എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ കുട്ടികളെല്ലാം അറിഞ്ഞ് വളരണോ, അതായത് കുട്ടികളെല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും വളരണോ, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പൊതുവേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളെല്ലാം അറിഞ്ഞു വളരട്ടെ എന്ന് പറയും. ശരിക്കും കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട പ്രായത്തിലാണല്ലേ അറിഞ്ഞു വളരേണ്ടത്. ഇതും ഒരു ഹ്യൂജ് ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി നമുക്ക് പറയാൻ നമുക്കൊരു ഇൻസിഡന്റ് എടുക്കാം. ശരിക്കും ഇത് മാത്രമല്ല, ഇതൊരു ചെറിയൊരു കാര്യം മാത്രമാണ് ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ പോണം. ഇതൊരു സ്കൂളിൽ നടന്ന ഇൻസിഡന്റ് ആണ്. ഇത് ഈ ഒരു സ്കൂളിൽ മാത്രമല്ല, ഇന്ന് മിക്ക സ്കൂളുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു LP സെഷനിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ബാക്കി എല്ലാ ക്ലാസ്സിലും ഒക്കെ കുട്ടി നല്ല രീതിയിൽ ഇരിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു, ക്ലാസ്സിൽ ബഹളമില്ല, ഒന്നുമില്ല. എന്നാൽ ഒരു പർട്ടിക്കുലർ ഒരു ടീച്ചർ വരുമ്പോൾ ഈ കുട്ടി എന്താണ്, ക്ലാസ്സിൽ ഭയങ്കര ബഹളം, പറഞ്ഞ അനുസരിക്കുകയില്ല, മറ്റുള്ള കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഈ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞാൽ എന്താണ്, അതിന് ഭയങ്കര പുച്ഛം, അത് അതിൻ്റെതായ ഇഷ്ടത്തിൽ അതങ്ങ് നടക്കും. ഈ ടീച്ചറിന് ഈ കുട്ടിയെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ടീച്ചർ എന്താണ്, പ്രിൻസിപ്പളിനെ ഇൻഫോം ചെയ്തു. പ്രിൻസിപ്പൾ കുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ സമാധാനത്തിൽ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പം കിട്ടിയ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, കുട്ടിയുടെ പേരൻസ് ഈ പർട്ടിക്കുലർ ടീച്ചറിനെ പറ്റി കുറേ കാര്യങ്ങൾ, കുറേ കുറ്റങ്ങൾ. നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കും പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ടീച്ചറിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ ഈ കുട്ടി കേൾക്കാനിടയെ ഈ പേരൻസ് പറയുന്നത് കേട്ടിട്ട്. ഇനി ഈ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മളെ പേരൻസും സംസാരിക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എവിടുന്നൊക്കെയോ എന്താണ് ആരുടെയും ഒരു പേര് നമുക്ക് പരിചയമുള്ളവരുടെ പേര് കിട്ടി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് റൗണ്ട് കിട്ടും അല്ലേ, എന്താണ് അവർ പറയുന്നതെന്ന് അറിയാം. നമുക്ക് ക്യൂരിയോസിറ്റിയാണ്, കുട്ടികളല്ലേ, ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും വരും. അപ്പൊ നമ്മൾ എന്താണ് ഇങ്ങനെ റൗണ്ട് കിട്ടും. അപ്പൊ ചില പേരൻസ് എന്താണ് മിണ്ടാതെ കുറെ നേരം ഇരിക്കും, നമ്മൾ പോകുന്നുണ്ടോ നോക്കി. എന്നാൽ ചിലർ ചോദിക്കും, നീ എന്താ കുറെ നേരം നമ്മൾ നടന്നു കഴിയുമ്പോൾ എന്താ, നീ എന്താ പോവാത്തെ, പോകാനോ, നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മാറ്റും. ഇന്നത്തെ കാലത്ത് പേരൻസ് അവെയർ ആവുന്നില്ല. ഒട്ടുമിക്ക പേരൻസും, എല്ലാ പേരൻസും ഞാൻ പറയുന്നില്ല, ചില പേരൻസ് എന്താണ് അവെയർ ആവുന്നില്ല. അതായത് കുട്ടികൾ, നമ്മൾ വിചാരിക്കും കുട്ടികൾ എന്താണ് അവർ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ നടന്നു പോകുമ്പോൾ അവർ ശ്രദ്ധിക്കുകയില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല, കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്. അപ്പൊ അവരെന്താണ്, പേരൻസ് പറയുന്നവർ ശ്രദ്ധിക്കും, നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അപ്പൊ പേരൻസ് ഒരു പർട്ടിക്കുലർ ടീച്ചറിനെ പറ്റി പറയുമ്പോൾ എന്താണ്, കുട്ടികൾ അവർക്കൊരു നെഗറ്റീവ് ഇംപ്രഷനാണ് ആ ടീച്ചറിനെ പറ്റി. ഇത് ടീച്ചറിന്റെ കാര്യം മാത്രമല്ല, ബന്ധുക്കളാവാം, അയൽവക്കത്തുള്ളവരാവാം, പരിചയക്കാരാവാം. അപ്പൊ കുട്ടികൾക്ക് പരിചയമുള്ളവരെ പറ്റി കുട്ടി കേൾക്കുമ്പോൾ എന്താണ്, കുട്ടി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ വിചാരിക്കും അവർ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. വെറുതെയാണ്. കുട്ടികളെ ചെയ്യുന്നതോട് എന്താണ്, അവരുടെ ചെവി പേരൻസ് എന്താണോ പറയുന്നത് അതിലോട്ട് കുട്ടികൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് പലരെയും പറ്റി പല അഭിപ്രായങ്ങളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. പരസ്പരം പാർട്ട്നേഴ്സാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അല്ലേ, പല ആൾക്കാരെ പറ്റിയും ഡിസ്കസ് ചെയ്യും. പക്ഷേ കുട്ടികളുള്ളപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളിപ്പോൾ പറയുന്ന എന്താണ്, ഒരു വ്യക്തിയുടെ ഏതെങ്കിലും 1-2 നെഗറ്റീവ് കാര്യങ്ങളാണ്. പക്ഷെ കുട്ടിക്ക് എന്താണ്, ആ ഒരു വ്യക്തിയെ ഫുള്ളായിട്ടൊരു നെഗറ്റീവായിട്ട് കുട്ടിക്ക് തോന്നും. ഒരു കുട്ടിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ, അതായത് കുട്ടികളെ ഒരു ഗ്രോയിങ് സ്റ്റേജ്, കുട്ടികളെ നമുക്ക് ചേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് ശരി ചെയ്ത് തെറ്റ് ചെയ്തെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു ഏജ് എന്ന് പറയുന്നത് 12 വയസ്സ് വരെയാണ്. ആ സമയത്താണ് കുട്ടികളിൽ നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിക്കാൻ ട്രെയിൻ ചെയ്തൊക്കെ എടുക്കുന്ന ആ സമയത്താണ്. അപ്പൊ ആ സമയത്ത് കുട്ടികൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ പറ്റി ഇങ്ങനെ നെഗറ്റീവായിട്ട് കേൾക്കുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് ആ വ്യക്തി അതായത് പേരൻസ് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ പറ്റി കുട്ടികൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നതാ, നിങ്ങൾ പേരൻസ് നിങ്ങൾ പരസ്പരം സംസാരിക്കണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ കുട്ടികൾ വരുമ്പോൾ എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് ഒന്ന് ഫിൽട്ടർ ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾ എന്താണ്, എല്ലാവരിലും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ കണ്ടു വളരട്ടെ. കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഏതാണ് പോസിറ്റീവ്, ഏതാണ് നല്ല കാര്യങ്ങൾ, ഏതാണ് ചീത്ത കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. സോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരിക്കുന്ന ഭാഷ, നമ്മുടെ സംസാരിക്കുന്ന ശൈലി, നമ്മൾ സംസാരിക്കുന്ന കണ്ടന്റ്, എന്ത് കോണ്ടന്റ് ആണ് നമ്മൾ സംസാരിക്കുന്നത്, ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഇനി ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാം നമുക്ക് തന്നെ ചിന്തിച്ച് നമുക്ക് തീരുമാനങ്ങളൊക്കെ നമുക്ക് തന്നെ എടുക്കാം അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ശരി, ബൈ.